ഒരു സംഘത്തെ ഷെഹുന കുണ്ടൂർ ഉസ്താദ്, ആഷിഖ് റസൂൽ കുണ്ടൂർ ഉസ്താദ് നാമം നൽകി അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘമുണ്ടായിരുന്നു. ആ സംഘവും സംഘടന SYS-ഉം SSF-ഉം കൂടി സംയുക്തമായി ഇവിടെ പ്രവർത്തനം ചെറിയ രൂപത്തിലുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിന് 25 വർഷം തികയുകയാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത്, ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ യുവാക്കൾ കൃത്യമായി നോമ്പനുഷ്ഠിച്ച് അത്താഴത്തിൻ്റെ സമയത്ത് പോലും ഒരു വാടക വീട് എടുത്ത് അതിൻ്റെ കൃത്യമായ അതിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അക്കാലഘട്ടത്തിൽ ഇത്രത്തോളം നമ്മൾ വളരുമെന്നുള്ള ഒരു ആലോചനയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന യുവാക്കൾ അത് ഇപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ 25 വർഷങ്ങൾ കൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് 30-ലേറെ യുവ പണ്ഡിതന്മാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മദ്രസയിൽ പഠിച്ചു, ഉപരിപഠനത്തിന് പോയി. ഇന്ന് സമൂഹത്തിൽ ദീനീ രംഗത്ത് 30ഓളം യുവ പണ്ഡിതന്മാർ നമ്മുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ അധ്വാനിച്ച അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പല ദർസുകളിലും കോളേജുകളുമായി 40-ലേറെ വിദ്യാർത്ഥികൾ കൃത്യമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ 5 വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 4 വീടുകൾ നിർമ്മാണം പൂർത്തിയായി സമർപ്പിക്കുകയും 5ാമത്തെ വീടിന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാന്ത്വന പ്രവർത്തനത്തിൽ കൃത്യമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രാസ്ഥാനിക ബന്ധുക്കൾ, ഞാൻ ഇതെല്ലാം പറയുന്നത് നമ്മളുടെ ചെറിയ അധ്വാനം കൊണ്ട് ഈ ഗ്രാമത്തിൽ, ഈ നാട്ടിൽ എത്രയധികം പ്രവർത്തകർക്ക്, എത്രയധികം ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ഉള്ള സംരംഭങ്ങൾ നൂറുൽ ഹുദ സുന്നി മദ്രസ, ഇസ്മത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കാഞ്ഞിരം മസ്ജിദ്, എ ബ്രാഞ്ച് മദ്രസ, അതുപോലെ തന്നെ ഇസ്മത്ത് ബാഫക്കി എജൂസോൺ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹാദിയ കോളേജ്, വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ ഈ കൊച്ചു ഈ മദ്രസക്കുള്ളിൽ നിന്ന് നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ എല്ലാം ഫലങ്ങൾ, ഇതിൻ്റെ എല്ലാം അനുഭവങ്ങൾ, ഇതിൻ്റെ എല്ലാ ആസ്വാദനങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന യുവാക്കളാണ്, ഇവിടുത്തെ നാട്ടുകാരാണ്, ഇവിടുത്തെ ഉമ്മമാരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്നത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് പ്രവാസികളായ ഒരുപാട് ആളുകൾ നമുക്ക് സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ യുവാക്കൾ അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. നമ്മുടെ യുവാക്കളുടെയും പ്രസ്ഥാന കുടുംബത്തിൻ്റെയും ഉമ്മമാരുടെയും എല്ലാവരുടെയും കൃത്യമായ പ്രവർത്തനം ഫലമായി നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്, ഈ സ്ഥാപനത്തിലെ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ഈ സ്ഥാപനത്തിൽ 900-ൽ-അധികം വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർ പഠിക്കുന്ന ഓരോ അറഫുകളുടെയും പ്രതിഫലം നമുക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. എന്തിനാണ് നമ്മൾ സ്ഥാപനം തുടങ്ങിയത്, എന്താണ് നമ്മൾ ഈ സ്ഥാപനം കൊണ്ട് നേടുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ സ്ഥാപനം ബറക്കത്തുடைய ഒരു സ്ഥാപനമാണ്. ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിൻ്റെ കൈകളിലൂടെ പ്രവർത്തനം തുടങ്ങിയത് കൊണ്ട് തന്നെ
ഈ സ്ഥാപനത്തിന് ഒരുപാട് വിജയകരമായ വിപ്ലവങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ പദ്ധതികളിലും നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ അമലുകൾക്ക് അതിനെ മാറ്റുകൂട്ടാൻ വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൂടെ ഇനിയും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്കതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ഈ വേദി, ഈ തീം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഈ കൊച്ചു മദ്രസയിൽ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനം, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ റമദാനിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു രാത്രിയുടെ ഒരു ചിന്തയിൽ നിന്ന് ഈ ചെറിയ സ്ഥാപനം വളർന്നു പന്തലിച്ചു. അതിൽ നിന്ന് എല്ലാ കഴിവുകളുമുറ്റ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പദ്ധതികളിലും ഇനിയും മുന്നേറേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മോട് ഈ പരിപാടിയിലേക്ക് ഇന്ന് നടന്ന ഈ റബീഉൽ അവ്വൽ പ്രോഗ്രാമിൽ ഒരുപാട് പ്രവാസികൾ നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ യുവാക്കൾ ഭക്ഷണം കൊടുക്കുന്നതിലും ഘോഷയാത്രയിലും ഇന്നലെ രാത്രിയിലുള്ള ഒരുപാട് പദ്ധതികളിലെല്ലാം അവരുടെ അധ്വാനമുണ്ടായിരുന്നു. അല്ലാഹു നാഥൻ പ്രതിഫലം ഏറ്റു കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥന എല്ലാവിധ സന്തോഷങ്ങളുമായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.